ഹലോ ഗൈസ്, ലയണേജിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th CBSE സിലബസിലെ മാത്സിലെ സർക്കിൾസ് എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ സർക്കിൾ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? ഒരു പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പോയിന്റുകളുടെ കളക്ഷൻ ആണ് എന്ത് സർക്കിൾസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ കുറെ കോൺസെപ്റ്റാണ്, ഈ സർക്കിൾസിന്റെ കുറെ സവിശേഷതകളാണ്. ഓക്കെ, അതിലൊന്ന് പറഞ്ഞാൽ സർക്കിൾസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ആംഗിൾസിന്റെ സവിശേഷതകളും, പിന്നെ സീക്കൻഡ് ആൻഡ് ടാൻജന്റ്, ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ. ഇതിന് രണ്ടിനെയും പ്രോപ്പർട്ടീസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമുക്ക് പല പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ. ഡിസ്റ്റൻസ് ഒരു ലെങ്ത്തിന്റെ ഡിസ്റ്റൻസ് കണ്ടെത്താൻ, അതിന്റെ ആംഗിൾ കണ്ടെത്താൻ, അങ്ങനെ പല പ്രോബ്ലംസും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആംഗിൾ എന്താണെന്ന് അറിയാം. എങ്ങനെ ഒരു ഇതിപ്പോൾ ഇങ്ങനെ ഒരു എ ബി എന്നൊരു ലൈനാണ് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ എ ബി പി ക്യു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്താ മറ്റേ ആംഗിളിനോട് ഈക്വൽ ആവും, ഓപ്പോസിറ്റ്. അതുപോലെ ഈ ആംഗിളും ഇതിനോടും ഈക്വൽ ആവും. ഓക്കെ, അത് ഓപ്പോസിറ്റ് ആംഗിൾ തിയറം. പിന്നെ നമ്മളൊരു പാരലൽ ലൈൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റൊരു ലൈൻ അതിന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൾട്ടർനേറ്റീവ് ആംഗിൾസ് ഈക്വൽ ആവും, ദാറ്റ് ഇസ് അൾട്ടർനേറ്റ് ആംഗിൾസ്. പിന്നെ നമുക്കറിയാം എന്ത്, ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലത്തെ ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി. ഇങ്ങനെ ചില ആംഗിൾ തിയറങ്ങൾ വെച്ചിട്ട് നമ്മൾക്ക് ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പലയിടത്തും അപ്ലൈ ഉണ്ടായിട്ടുണ്ട്. അത് നമുക്ക് അപ്പം പറയാം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാം. ഇപ്പം നമുക്ക് സർക്കിൾസിന്റെ ഈ സീക്കൻഡും ടാൻജന്റും ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ ചാപ്റ്ററിൽ. അതിലേക്ക് കടക്കാം. അപ്പോൾ സീക്കൻഡ് ആൻഡ് ടാൻജന്റ്. ഈ സീക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു റാൻഡം ലൈൻ വരക്കുകയാണ്. ഔട്ട്സൈഡ് സർക്കിളിനെ ടച്ച് ചെയ്യാത്തൊരു ലൈൻ അല്ല, എന്ന് വെച്ചാൽ സർക്കിളിനെ ടച്ച് ചെയ്യാത്തൊരു ലൈൻ പറഞ്ഞാൽ അത് നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ, അതല്ല സീക്കൻഡ്. സീക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ സീക്കൻഡ് എന്ത് ചെയ്യും, ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു കോഡ് ഉണ്ടാക്കും. ഇപ്പൊ എ ബി എന്നിട്ടൊരു കോഡ് പി ക്യു എന്നൊരു ലൈന് ഉണ്ടാക്കിയതുപോലെ. ഓക്കെ, ഈ കോഡ് പല അളവിലും ആവാം. ഓക്കെ, ചെറുതാവാം, വലുതാവാം, ചിലപ്പോൾ ഡയമീറ്റർ ആയിട്ട് വരും, എങ്ങനെ വേണമെങ്കിൽ വരാം. അപ്പൊ ഈ ലൈൻസുകളൊക്കെ എന്താണ്, സീക്കൻഡ് ആണ്. ഇനി ഒരു സീക്കൻഡ് എങ്ങനെയാണ് ടാൻജന്റ് ആവുന്നത്? സിമ്പിൾ ആണ്. ഈ ഒരു കോഡ് ഇല്ലാതാവുമ്പോൾ, ഈ ഒരു കോഡ് തമ്മിലുള്ള ഈ പോയിന്റ് എ ബി എന്നുള്ള പോയിന്റ് ഒരുമിച്ചൊരു പോയിന്റ് ആവുമ്പോൾ, ഓക്കെ, ലെറ്റ് മീ ഡ്രോ ദാറ്റ്. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു ലൈൻ വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്ത് പോവുക സർക്കിൾസിനെ. ഈ പി ക്യു എന്ന ലൈന് സർക്കിളിനെ ടച്ച് ചെയ്ത് പോവുകയാണെന്ന് കരുതുക. ഇത് ഇവിടെ ഒരു കോഡ് ഉണ്ടാക്കണില്ല, ഈ സർക്കിളിന്റെ പുറത്തും അല്ല, സർക്കിളിന്റെ ഒരേ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഈ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടാൻജന്റ് എന്ന് വിളിക്കുക. ഈ ടാൻജന്റിന് സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും സർക്കിളിന്റെ പലതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് 2-3 സവിശേഷതകൾ എക്സ്ട്രാ ഉണ്ട്, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ ടാൻജന്റും സീക്കൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സീക്കൻഡ് കോഡ് ഉണ്ടാക്കും, ടാൻജന്റ് എന്ത് ചെയ്യും, ഒരു പോയിന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ മാത്രമല്ല, ഒരു സർക്കിളിന്റെ ഒരു പോയിന്റിന് ഒരു ടാൻജന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിന് ഈ ഒരു ടാൻജന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പോയിന്റ് കൂടെ മറ്റൊരു ലൈൻ നമ്മൾ വരക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരിക്കലും ടാൻജന്റ് ആവില്ല, അതൊക്കെ സീക്കൻഡ് ആയി മാറുക ചെയ്യും. കാരണം അതൊക്കെ ഒരു കോഡുകൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു റേഡിയസും ടാൻജന്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആവപ്പെടും. ഇപ്പൊ ഇതൊരു റേഡിയസ്, ഇതൊരു ടാൻജന്റ് ആണെന്ന് കരുതുക. ഓക്കെ, പി ക്യു എന്ന ടാൻജന്റ് സർക്കിളിന്റെ സെന്റർ. ഞാൻ അവിടുന്ന് ഒരു ലൈൻ എന്ന് വെച്ചാൽ ആ പോയിന്റിന് ടച്ച് ചെയ്യുന്ന ഒരു റേഡിയസ് ഞാൻ വരച്ചു. ഈ റേഡിയസും ഈ ടാൻജന്റും തമ്മിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ആംഗിൾ എന്താവും, അത് 90 ഡിഗ്രി ആവും. അത് ഏത് കേസിലും ഒരു റേഡിയസും ഒരു ടാൻജന്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആവും. നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ പോയിന്റ് നമ്മൾ ഈ ഫിഗർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ സെക്കൻഡ് ഫിഗർ കൺസിഡർ ചെയ്യാം. ഇതിലൊരു എക്സ്റ്റേണൽ പോയിന്റ് ഞാൻ പി എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഒ എ ക്യു. ഓക്കെ, ഇവിടെ നമുക്ക് ഒ ക്യു വരക്കാം, റേഡിയസ് തന്നെയാണ്. റേഡിയസും ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഇപ്പം ഈ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ പോയിന്റ് ദ ലെങ്ത് ഓഫ് പെയർ ഓഫ് ടാൻജന്റ്സ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ഈസ് ഈക്വൽ, വിച്ച് മീൻസ് പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഒരു പി എന്നൊരു പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടാൻജന്റുകൾ ഒരു സർക്കിളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ
അത് രണ്ടും ഉണ്ടാക്കുന്ന എന്ന് വെച്ചാൽ പി ക്യു എന്ന ടാൻജന്റും പി എ എന്ന ടാൻജന്റും അതിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ അതിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ഈ ആംഗിളും സപ്ലിമെന്ററി ആംഗിൾസ്, വിച്ച് മീൻസ് ആ രണ്ട് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ എ ഒ ക്യു ഈസ് പ്ലസ് ആംഗിൾ എ പി ക്യു ഈക്വൽസ് 180 ഡിഗ്രി. ഓക്കെ, അതാണ് ഒരു പോയിന്റ് എന്ന് വരക്കാവുന്ന രണ്ട് ടാൻജന്റ് ഒരു സർക്കിളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രണ്ട് സവിശേഷതകൾ. ഒന്ന്, രണ്ടിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. മറ്റൊന്ന്, രണ്ട് ആംഗിൾസും സപ്ലിമെന്ററി ആയിരിക്കും. മറ്റൊന്നെന്ന് പറയുന്നത് ഈ ഒ പി എന്ന ലൈൻ ഉണ്ടല്ലോ, ഒ പി എന്ന ലൈന് ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആവും. അതുകൊണ്ട് ഓക്കെ, ഈ രണ്ട് ആംഗിളിന്റെയും ഒ പി എന്ന ലൈൻ എന്ത് ചെയ്യും? ആംഗിൾ എ ഒ ക്യൂനെയും പിന്നെ ആംഗിൾ എ പി ക്യൂനെയും എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും, ഈക്വലി ബൈസെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട പോയിന്റ്സ്. അപ്പോൾ ഈ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സിമ്പിൾ. എ ടാൻജന്റ് ടു എ സർക്കിൾ intersect in dash points. സിമ്പിൾ. 1 പോയിന്റ്, ഒരൊറ്റ പോയിന്റിൽ മാത്രമേ എന്തുള്ളൂ? ഒരു സർക്കിളിനെ ഒരു ടാൻജന്റ് ഇന്റർസെക്ട് ചെയ്യുള്ളൂ. അത് 2 പോയിന്റ് ആയാലോ അത് സീക്കൻഡ് ആയി. ഓക്കെ, ഒരു പോയിന്റും ആയില്ലെങ്കിൽ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ. ദാറ്റ്സ് ഇറ്റ്. എ ലൈൻ intersecting a circle in 2 points is called simple secant. Okay, a circle can have dash parallel tangent at the most. പാരലൽ ടാൻജന്റുകൾ ഓക്കെ, അത് എത്രണ്ണം മാക്സിമം വരാൻ പറ്റും എന്നാണ് ചോദ്യം. ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാണ്, ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ഇവിടെ നമുക്ക് റേഡിയസ് വരച്ചു എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ പോയിന്റിനോട് നമ്മളൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇതിന് പാരലൽ ആയിട്ട് ഒറ്റ ടാൻജന്റേ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിന്റേ ഉണ്ടാവുള്ളൂ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ അതിനോട് ഒരു ഒറ്റ ടാൻജന്റ് നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം പാരലൽ ടാൻജന്റ് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. ഓക്കെ, ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജന്റ് ടു എ സർക്കിൾ ആൻഡ് ദ സർക്കിൾ ഈസ് കാൾഡ് സിമ്പിൾ പോയിന്റ് ഓഫ് കോണ്ടാക്ട്. Point of contact. Okay, the common point of a tangent to a circle and the circle is called point of contact. Okay, next അടുത്ത നമുക്കൊരു പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. എ ടാൻജന്റ് പി ക്യൂ. അപ്പോൾ ഒരു ടാൻജന്റ് പി ക്യൂ അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 cm meets a line through the center at a point Q so that OQ equal to 12 cm, length is PQ. Simple. നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫിഗർ കിട്ടാമെന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഒരു സർക്കിളിന്റെ കാര്യം? 5 cm റേഡിയസ് ഉള്ള. അപ്പം നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരക്കുക. നോക്കണ്ട, നല്ല രീതിയിൽ ഒരു സർക്കിൾ വരക്കുക. എന്നിട്ട് 5 cm അടയാളപ്പെടുത്തുക അതിന്റെ റേഡിയസ്. ഓക്കെ, ആൻഡ് എ ടാൻജന്റ് പി ക്യൂ. അപ്പോൾ ഇതിന്റെ ടാൻജന്റ് എന്താ? പി ക്യൂ ആണ്. എ പോയിന്റ് ഓഫ് എ സർക്കിൾ അറ്റ് എ പോയിന്റ് P. ഓക്കെ, ഓൺ ദ സർക്കിൾ എന്ന് വെച്ചാൽ സർക്കിൾ ആ ടാൻജന്റ് സർക്കിൾ ഉണ്ടാക്കുന്ന പോയിന്റ് എന്താണ്? P ആണ്. ഓക്കെ, ആൻഡ് പി ക്യൂ ആണ് ടാൻജന്റ്. അപ്പോൾ Q എവിടെ? ഔട്ട്സൈഡ് വരും. ഓക്കെ, OQ 12 cm. ഇതാണ് O വരിക. ഓക്കെ, ഇതാണ് O വരിക. നമ്മൾ ടാൻജന്റ് വരക്കുമ്പോൾ ഇതാ, വെയിറ്റ്, ഇവിടെ നമുക്ക് Qന് എടുത്താം. അപ്പോൾ ഇതാ പി ക്യു വരച്ചു, ഇനി ഒ ക്യൂയും വരച്ചു. ഓക്കെ, ഇത് ജസ്റ്റ് റേഡിയസ് ആണ്, കണക്ട് ചെയ്തു 5 cm. പി ക്യു എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? പി ക്യു തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ് എന്നിടാം. ഇനി ഒ ക്യു തന്നിട്ടുണ്ട് 12 cm. ഓക്കെ, 12 cm. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, ട്രയാങ്കിൾ POQ. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാ. ഓക്കെ, നമുക്കിവിടെ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യാം. ഇതിന്റെ സൈഡ് 5 cm, ഇവിടെ എക്സും ഇവിടെ 12 cm ആണ്.
ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇപ്പം നമുക്ക് ഇവിടെ കൊടുക്കാം പി ക്യു ഒ. ഓക്കെ, hypotenuse square, that is OQ square, equal to altitude square, that is PQ square, plus base square, that is PO square. Okay, that is equal to, okay, ഇതിന് വാല്യൂസ് കൊടുക്കാം. OQ ക്ക് എത്രയാണ്? 12 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു PQ എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് OQ എത്രയാണ്? അല്ല, OQ അല്ല, PQ അല്ല, സോറി, PO എത്രയാണ്? 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇതിൽ എക്സ് ഒരു ടേംസ് എടുത്താണ്, ബാക്കിയുള്ളതിനെ, അതായത് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 12 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 144. ഇവിടെ സ്ക്വയർ ഉണ്ട്. ഓക്കെ, 144 സ്ക്വയർ മൈനസ് 25, അതാണ് എക്സ് സ്ക്വയർ വരുന്നത്. ഓക്കെ, അപ്പം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 199, സോറി 119. ഓക്കെ, therefore x is equal to root of 119 centimeter. Okay, finally we found out the length of the PQ, that is 119, that is here option D. Okay, now let's discuss the next question, that is if a tangent tangent PA and PB from a point P to a circle with center O are inclined to each other at an angle 80 degree, then angle POA is equal to, ഇവിടെ നമുക്ക് ആംഗിൾ POA ആണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫിഗർ എടുക്കാം, അത് നല്ല ഇമാജിനേഷനോടുകൂടി ചെയ്യണം. കാരണം ഫിഗർ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഫിഗർ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പ്രോബ്ലം ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, നമുക്ക് കിട്ടും കാര്യങ്ങളെല്ലാം. അപ്പം എന്തായാലും ഇതൊരു സർക്കിളിൻ്റെ കാര്യം, ആദ്യം ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചേക്കുക. പിന്നെ പതിവ് പോലെ തന്നെ അതിൻ്റെ സെൻറ്റർ O ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ ഉണ്ട്? ടാൻജന്റ് PAയും PBയും ഫ്രം എ പോയിന്റ് P ടു എ സർക്കിൾ. ഓക്കെ, ഫ്രം എ പോയിന്റ് P ടു എ സർക്കിൾ. ഈ ടാൻജന്റ് രണ്ടും കോമൺ ഉള്ള ഏതാ? P ആ. എന്ന് വെച്ചാൽ P ആവും അതിൻ്റെ എക്സ്റ്റേണൽ, പുറത്തുള്ള പോയിന്റ് P ആവും. നമുക്ക് വരക്കുക A, ഓക്കെ, B, AB. ഓക്കെ, ഇതിൽ ആംഗിൾ POA ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് റേഡിയസ് മാർക്ക് ചെയ്യാം. ഓക്കെ, OABയും OAയും മാർക്ക് ചെയ്തു, അത് റേഡിയസ് ആണ്. റേഡിയസ് എത്തി തന്നിട്ടില്ല, നമുക്ക് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി POA മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ OP എന്ന ലൈന്, POA മാർക്ക് ചെയ്യേണ്ട OP എന്ന ലൈന് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇത്രയുള്ളൂ. ഓക്കെ, പിന്നെ മറ്റൊരു 80 ഡിഗ്രി തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ മറ്റൊരു ഇൻഫർമേഷൻ തന്നിട്ടുള്ള എന്താ വെച്ചാൽ ഈ PA എന്നുള്ള ടാൻജന്റും PB എന്ന ടാൻജന്റും ഇൻക്ലൈൻഡ് ചെയ്തിട്ടുള്ള ആംഗിൾ എന്താണ്? 80 ഡിഗ്രിയാണ്. വിച്ച് മീൻസ് ആംഗിൾ APB രണ്ടും തമ്മിൽ ഇൻക്ലൈൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടും തമ്മിൽ ഇൻക്ലൈൻ ചെയ്തിട്ട് ആംഗിൾ 80 ഡിഗ്രിയാണ്. നേരത്തെ നമ്മൾ പഠിച്ചു ചെയ്ത് റേഡിയസും എന്താണ് ടാൻജന്റ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, അതായത് ആംഗിൾ AOBയും ആൻഡ് ആംഗിൾ APBയും എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ AOB പ്ലസ് ആംഗിൾ APB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പം ഇവിടെ ആംഗിൾ AOB ആണ് കണ്ടുപിടിക്കേണ്ടത്. AOB ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ APB ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി. ഓക്കെ, പിന്നെ ആംഗിൾ നേരത്തെ നമ്മൾ പഠിച്ചപ്പോൾ വേറെ ഒന്നുണ്ട്, ആംഗിളിൻ്റെ ബൈസെക്ടർ ആണ് OP. ആംഗിൾ AOBനെ എന്ത് ചെയ്യും, അത് ഈക്വലി ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 100 ഡിഗ്രി ആണ് എന്ത് ആംഗിൾ AOB ഉള്ളത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആംഗിൾ AOPയും ഈസ് ഈക്വൽ ടു ആംഗിൾ BOPയും എന്താവും? 50 ഡിഗ്രി ആവും. അപ്പോൾ in another sense we have എന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചു ആൻസർ ഓൾറെഡി, ദാറ്റ് ഈസ് ആംഗിൾ POA equal to 50 degree. Okay, and here it is, option A, 50 degree. Fine. So moving on to the next, that is prove that opposite sides of a quadrilateral circumscribing a circle subtended supplementary angle at the center of the circle.
ഒരു ക്വാഡ്രിലാറ്ററലിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് തന്നെ ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കേണ്ടത്. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഇനി അതിനെ ടച്ച് ചെയ്തുകൊണ്ടൊരു സർക്കിൾ. കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, ഏകദേശം ശരിയായിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ ഓ. ഇനി ഇതൊക്കെ ഇതിൻ്റെ ടാൻജൻറ്റാ. ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡുകൾ ഇതിൻ്റെ ടാൻജൻറ്റാ. ലെറ്റ്സ് നെയിം ഇറ്റ് എ ബി സി ഡി. ഓക്കെ, ഇനി ഈ ടാൻജൻറ്റ് ഇതിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഏതൊക്കെ? എം എൻ പി ക്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ റേഡിയസുകൾ വരക്കാം. ഈ ടാൻജൻറ്റുള്ള ഒ ക്യു, ഒ പി, ഒ എൻ ആൻഡ് ഒ എം. ഒ എം. ഓക്കെ, എം ആണ് ഒ എം. ഇനി ഇവിടെയുള്ള ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യാം. എന്താണ്? 90 ഡിഗ്രി, 90 ഡിഗ്രി. ടാൻജൻറ്റും റേഡിയസ് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ പല പോയിന്റും കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇവിടെ എന്താ പറയുക? ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡുകൾ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടെ ഒരു ഇത് വരയ്ക്കുക, ഒ ഡി കണക്ട് ചെയ്യുക. ഓക്കെ, ഒ ഡി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒ എ കണക്ട് ചെയ്യുക, ഒ സി കണക്ട് ചെയ്യുക, ഒ ബിയും കണക്ട് ചെയ്യുക. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ നമ്മൾക്ക് എ ഡിയും, ഓക്കെ, എ ഡിയും പിന്നെ ബി സി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ അത് സർക്കംസ്ക്രൈബ് ചെയ്യുന്ന സബ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ഡി ഉണ്ടാക്കുന്ന, അതായത് എ ഡി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ ആംഗിൾ. ഏതാണ് ആംഗിൾ? ആംഗിൾ ഡി ഓ. ഇവിടെ ഒ ഉണ്ട് കേട്ടോ, സെൻറ്റർ ഒ ആണ്. ഡി ഒ എയും പിന്നെ ആംഗിൾ ബി സി ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാണ്? ഇതാ ആംഗിൾ സി ഒ ബിയും എന്താണ്? സപ്ലിമെൻ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെ സം എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ആംഗിൾസിന് ഇൻഡിവിജ്വലായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, മറ്റൊരു കളർ എടുക്കാം. ഓക്കെ, ഇവിടെ ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6, ആംഗിൾ 7 ആൻഡ് ആംഗിൾ 8. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എന്താണ് ഇത് കൺസിഡർ ചെയ്യുക. ഈ ക്വാഡ്രിലാറ്ററൽ ഡി ക്വാഡ്രിലാറ്ററൽ ഡി എൻ ഒ എം കൺസിഡർ ചെയ്യാം. ഡി എൻ ഒ എം കൺസിഡർ ചെയ്യാം. ഇതിലെന്താ? ടാൻജൻറ്റും ആണ് റേഡിയസും ആണ്. 90 ഡിഗ്രി 90 ഡിഗ്രി. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. പിന്നെ ഒ ഡി എന്ന ലൈന് ആംഗിൾ എൻ ഒ എമ്മിന് എന്ത് ചെയ്യും? ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. ഓക്കെ, എങ്ങനെ? ഈക്വലി ബൈസെക്റ്റ് ചെയ്യും. അത് നേരത്തെ നമ്മൾ പഠിച്ച തിയറത്തിലാണ്. കാരണം എന്താണ്? ട്രയാങ്കിൾ ഡി എൻ ഒയും ആൻഡ് ട്രയാങ്കിൾ ഡി എം ഒയും എന്താണ്? കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസാണ്. ഓക്കെ, അത് രണ്ടും കോൺഗ്രുവൻ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ആംഗിൾ സപ്ലിമെൻ്റ് ചെയ്ത്. ദാറ്റ് ഈസ് ആംഗിൾ 7 ഈസ് ഈക്വൽ ടു ആംഗിൾ 8. നേരത്തെ പിടിച്ച അതേ തിയറം തന്നെയാണ്. അപ്പം അത് പ്രകാരം ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ആംഗിൾ 7 ഈസ് ഈക്വൽ ടു ആംഗിൾ 8. അപ്പോൾ രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2, മൂന്നാമത്തെ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 ആൻഡ് നാലാമത്തെ ആംഗിൾ 6 ഈസ് ഈക്വൽ ടു ആംഗിൾ 5. ഓക്കെ, ഇതെല്ലാം ഈക്വൽ ആണ്. ഇനി ഇതിൻ്റെ എല്ലാം
സം എന്ന് പറയുന്നത് 360 കാരണം ഒരു പോയിന്റ്, അതായത് O എന്ന പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് എന്താണ്, അതിന്റെ സം 360 ആണ്. അപ്പോൾ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 പ്ലസ് ആംഗിൾ 8 ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിളുകളുണ്ട് എന്ന് വെച്ചാൽ ആംഗിൾ 1 എന്തിന് ഈക്വലാ, ആംഗിൾ 1 എന്നുള്ളത് ആംഗിൾ 2ന് ഈക്വലാ, അല്ലെങ്കിൽ ആംഗിൾ 2 ആംഗിൾ 1ന് ഈക്വലാ. അപ്പോൾ ഇതിലൊന്ന് മതി നമുക്ക് കൺസിഡർ ചെയ്യാം. ആംഗിൾ 1നെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ 2 ആക്കി കൺസിഡർ ചെയ്യാം, പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 ഉണ്ട് ഇവിടെ. ഓക്കെ, ആംഗിൾ 4ഉം ആംഗിൾ 3യും ഈക്വലാ, അപ്പോൾ അതിനെന്ത് ചെയ്യാം, ആംഗിൾ 3 ആക്കാം, പ്ലസ് ആംഗിൾ 5 ഉണ്ട്, ആംഗിൾ 6 ഉണ്ട്. ആംഗിൾ 5നെ നമുക്ക് എന്താക്കാം, ആംഗിൾ 6 ആക്കാം, കാരണം അത് രണ്ടും ഈക്വൽ ആണ് നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 പ്ലസ് ആംഗിൾ 8 ഉണ്ട്. അപ്പോൾ ആംഗിൾ 7നെ നമുക്ക് ആംഗിൾ 7 ആക്കിടാം, ആംഗിൾ 8നെ നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ 7 ആക്കാം, കാരണം രണ്ടും ഈക്വലാ. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി ഇതിൽ കോമൺ ടേംസ് എന്ന് വെച്ചാൽ 2 ഇൻറ്റു എന്താവും, ആംഗിൾ 2, ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ആംഗിൾ 3 പ്ലസ് 2 ഇൻറ്റു ആംഗിൾ 6 പ്ലസ് 2 ഇൻറ്റു ആംഗിൾ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 360. ആൻഡ് 2 ഇങ്ങോട്ട് കോമൺ ആയിട്ട് പുറത്ത് കൊടുക്കുമ്പോൾ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ആൻഡ് ഈ 2നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, ഇങ്ങനെ 180 ഡിഗ്രി. ഇനി ഈ ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എന്താ, അതുപോലെ ആംഗിൾ 7 പ്ലസ് ആംഗിൾ 6 എന്താ, ദാറ്റ് ഈസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 എന്ത്, ആംഗിൾ COB. ഓക്കെ, പ്ലസ് ആംഗിൾ 6 പ്ലസ് 7 എന്താ, ആംഗിൾ DOA. ഇത് രണ്ടും എന്താണ്, സം ചെയ്താൽ 180 കിട്ടും. ദാറ്റ്സ് ഇറ്റ്. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സായ DA ആൻഡ് BCയുടെ ആംഗിൾസ് അറിയുന്നത് ആ സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്തിട്ടുള്ള ആംഗിൾസ് ആയ ആംഗിൾ COBയും ആംഗിൾ DOAയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും, വിച്ച് മീൻസ് ദേ ആർ സപ്ലിമെന്ററി ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഇതോടെയാണ് ഈ പ്രോബ്ലം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിഗർ ശരിക്കും കിട്ടണം. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ ഈ ആംഗിൾ എടുക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മളിവിടെ ഈക്വൽ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഏതെങ്കിലും രണ്ട് ആംഗിൾ കണ്ടുവെക്കണം. നേരത്തെ നമ്മൾ ടാർഗറ്റ് ചെയ്ത ആംഗിളാണ് ആംഗിൾ COBയും ആംഗിൾ DOAയും ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും കിട്ടുന്ന രീതിയിൽ ബാക്കിയുള്ളതിനെ അറേഞ്ച് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 ഈക്വൽ ടു ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 ആണല്ലോ പറഞ്ഞത്. അതിൽ ആംഗിൾ 2നെ നമ്മൾ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ അവിടെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ആംഗിൾ 1നെ നമ്മൾ ആംഗിൾ 2 ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് രണ്ടും ആംഗിൾസ് ആക്കി വരാം. ഇതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടി കഴിയും. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, സോ ഇതോടെ നമ്മുടെ ചാപ്റ്ററിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, വിഷ്വലൈസ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുമ്പോൾ വിഷ്വലൈസ് ചെയ്യണം ഓരോ ക്വസ്റ്റ്യനും. ഓക്കെ, നല്ലൊരു ഫിഗർ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അത് വായിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് ഫിഗർ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ ഓരോ കാര്യം പ്രാക്ടീസ് ചെയ്യും തോറും ഓരോ പോയിന്റുകളും നിങ്ങൾക്ക് നല്ലപോലെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. പ്രാക്ടീസ് തന്നെയാണ് മെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏകദേശം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് സർക്കിൾ എന്ന ചാപ്റ്ററിൽ കവർ ചെയ്തത്. സോ താങ്ക് യു ഫോർ ലിസണിങ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒന്നുകൂടി കാണാം. അതുവരേക്കും ബൈ. കീപ് പ്രാക്ടീസിങ്.